Hi dears, ഇന്നൊരു ഗീ കേക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു ഇത്. ഇത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ഓവനിലും ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗൾഫിൽ കിട്ടുന്ന നമ്മളെ അസീൽ വെജിറ്റബിൾ ഗീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്യുവർ ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയും നെയ്യും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിവിടെ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചസാരയും നെയ്യും കൂടെ നന്നായി മിക്സായി ഒരു ഇളം കളറിൽ നല്ല സോഫ്റ്റായി വരണം. എത്രത്തോളം സോഫ്റ്റ് ആക്കി ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ കേക്ക് അത്രയും നന്നായി വരുന്നതാണ്. ഇപ്പോൾ കളറൊക്കെ മാറി ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ മുഴുവനായി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിത് മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഒരു നുള്ള് ഉപ്പിടുന്നുണ്ട്. ആ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നല്ല കട്ടിയാണെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെ ചേർത്താൽ മതി. വലിയ മുട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 മുട്ട കൊണ്ട് തന്നെ ഇത് നല്ല വെറ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുക. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. കേക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 9 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലുതായിപ്പോയി. എൻ്റെ അടുത്ത് സ്ക്വയർ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നിങ്ങൾക്ക് ഏത് മോൾഡിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. 8 ഇഞ്ച് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒന്നുകൂടെ ലെവലാക്കി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ടാപ്പ് ചെയ്ത് ബബിൾസൊക്കെ കളയാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയാവും 180 ഡിഗ്രി സെൽഷ്യസിൽ. ഓരോ ഓവൻ്റെയും ചൂട് മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓവനനുസരിച്ച് ചെയ്യുക. ഇവിടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഫോർക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ ഓക്കെയാണ്. ഉള്ളിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട് ചെയ്ത് നോക്കാം. നെയ്ക്ക് പകരം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. നമുക്കിത് ഗീ കേക്ക് ആണല്ലോ, അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ തന്നെ ആയിരിക്കും ഇതിൻ്റേതായ ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു.
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കേക്ക്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കും ടീ കേക്ക് പോലത്തെ ഇതുപോലെ കഴിക്കാൻ പറ്റുന്ന കേക്ക് ഹണി കേക്കും ഈ ഗീ കേക്കുമാണ് എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും.